നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. TV പരസ്യങ്ങളിലൂടെയും ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളവരിലൂടെയും ഒക്കെ ആയിരിക്കാം നമ്മളിൽ പലരും മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുക, അല്ലെ? എന്നാൽ ചിലർക്ക് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പൊതുവായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിലും വിവിധതരം മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് കൃത്യമായി അറിയണമെന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഈ മ്യൂച്വൽ ഫണ്ട്? അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നിക്ഷേപകർ മ്യൂച്വൽ ഫണ്ടിൽ പണം നിക്ഷേപിക്കുന്നു. ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജറാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. ഇക്വിറ്റികൾ, ബോണ്ടുകൾ, മണി മാർക്കറ്റ്, മറ്റ് സെക്യൂരിറ്റികൾ എന്നിവിടങ്ങളിലാണ് ഈ പണം നിക്ഷേപിക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളായി റീറ്റെയിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരിൽ ഇന്ത്യ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവിധതരം മ്യൂച്വൽ ഫണ്ടുകൾ ലാഭമായതിനാൽ ഇവ തമ്മിലുള്ള വ്യത്യാസവും ഓരോന്നിന്റെയും പ്രത്യേകതകളും അറിഞ്ഞിരിക്കണം. മാർക്കറ്റ് റെഗുലേറ്റിംഗ് സ്ഥാപനമായ സെബി മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെ പ്രധാനമായും 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ഇക്വിറ്റി സ്കീമുകളാണ്. രണ്ടാമത് ഡെറ്റ് സ്കീമുകൾ. മൂന്നാമത് ഹൈബ്രിഡ് സ്കീമുകളാണ്. നാലാമത് സൊല്യൂഷൻ ഓറിയന്റഡ് സ്കീമുകൾ. അഞ്ചാമത് ഇൻഡെക്സ് ഫണ്ടുകളും ETF-കളും ഉൾപ്പെടുന്ന മറ്റ് സ്കീമുകളാണ്. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് വിശദമായി മനസ്സിലാക്കാം. ആദ്യമായി ഇക്വിറ്റി സ്കീമുകൾ. ഇക്വിറ്റി സ്കീമിന് കീഴിലാണ് ലാർജ്, മിഡ്, സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ വരുന്നത്. നിക്ഷേപ കാലയളവും റിസ്ക് എടുക്കാനുള്ള താല്പര്യവും അനുസരിച്ച് നിക്ഷേപകർക്ക് ഇവയിൽ നിക്ഷേപം നടത്താവുന്നതാണ്. ഡെറ്റ് സ്കീമുകൾ, ഡെറ്റ് ഫണ്ട് അഥവാ ഇൻകം ഫണ്ട് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് പ്രധാനമായും ബോണ്ടുകളിലോ മറ്റ് ഡെറ്റ് സെക്യൂരിറ്റികളിലോ നിക്ഷേപം നടത്തുന്ന മ്യൂച്വൽ ഫണ്ട് കൂടിയാണ്. സർക്കാർ, പൊതുധനകാര്യ സ്ഥാപനങ്ങൾ, കമ്പനികൾ എന്നിവ നൽകുന്ന ഹ്രസ്വ ദീർഘകാല സെക്യൂരിറ്റികളിലാണ് ഡെറ്റ് ഫണ്ടുകൾ നിക്ഷേപിക്കുന്നത്. ഉദാഹരണത്തിന് ട്രഷറി ബില്ലുകൾ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഡിബഞ്ചറുകൾ, കൊമേഴ്ഷ്യൽ പേപ്പർ, ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവയിൽ നിക്ഷേപം നടത്താറുണ്ട്. ഹ്രസ്വകാല പദ്ധതികൾ, ദീർഘകാല ബോണ്ടുകൾ, പ്രതിമാസ വരുമാന പദ്ധതികൾ, ഫിക്സഡ് മെച്യൂരിറ്റി പ്ലാനുകൾ അഥവാ FMPകൾ, ഗിൽറ്റ് ഫണ്ടുകൾ, ലിക്വിഡ് ഫണ്ടുകൾ എന്നിങ്ങനെ വിവിധ സ്ഥിര വരുമാന നിക്ഷേപ മാർഗങ്ങളിൽ ഡെറ്റ് സ്കീമുകൾ നിക്ഷേപം നടത്താറുണ്ട്. ഹൈബ്രിഡ് സ്കീമുകൾ, ഹൈബ്രിഡ് സ്കീം ഫണ്ടുകൾ അഥവാ ബാലൻസ്ഡ് ഫണ്ടുകൾ എന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. ബോണ്ടുകളുടെയും ഓഹരികളുടെയും ഒരു മിശ്രിതമാണിത്. ഇക്വിറ്റി ഫണ്ടുകളുടെയും ഡെറ്റ് ഫണ്ടുകളുടെയും വിടവ് നികത്തുന്ന ഒന്നാണിത്. ഹൈബ്രിഡ് ഫണ്ടുകളെ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്, ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ട്, അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്, ഡൈനാമിക് അസറ്റ് അലൊക്കേഷൻ അല്ലെങ്കിൽ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്, മൾട്ടി അസറ്റ് അലൊക്കേഷൻ ഫണ്ട്, ആർബിട്രേജ് ഫണ്ട്, ഇക്വിറ്റി സേവിങ്സ് എന്നിങ്ങനെ 7 ഉപവിഭാഗങ്ങളായി സെബി തരംതിരിച്ചിട്ടുണ്ട്. ഈ ഫണ്ടുകൾ ഇക്വിറ്റിയിലും ഡെറ്റ് സെക്യൂരിറ്റിയിലും നിക്ഷേപം നടത്തും. ഇക്വിറ്റിയിലും ഡെറ്റിലും നിക്ഷേപിച്ച വളർച്ചയ്ക്കും വരുമാനത്തിനും ഇടയിൽ ബാലൻസ് കൊണ്ടുവരാനാണ് ഈ ഫണ്ടിലൂടെ ശ്രമിക്കുന്നത്. സൊല്യൂഷൻ ഓറിയന്റഡ് സ്കീം, റിട്ടയർമെന്റ്, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി നിക്ഷേപിക്കാൻ പറ്റിയ മ്യൂച്വൽ ഫണ്ട് സ്കീമാണ് സൊല്യൂഷൻ ഓറിയന്റഡ് സ്കീം. മറ്റ് സ്കീമുകൾ ഇൻഡെക്സ് ഫണ്ടുകൾ, ETF-കൾ, ഫണ്ട്സ് ഓഫ് ഫണ്ട് എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. വിവിധതരം മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും ഒരു വ്യക്തത വന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു. മണി മാജിക്കിന്റെ മറ്റൊരു ലക്കത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.